നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപമാനിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരള ഘടകത്തിന്റെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തിയിലാണ് മമത. കോൺഗ്രസുകാർക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നുവെന്ന തരത്തിൽ കേരള നേതൃത്വം മാറിയോ എന്ന സംശയമാണ് മമതയ്ക്കുള്ളത്. നിലമ്പൂരിൽ മത്സരിച്ച് കരുത്ത് കാട്ടാൻ PV അൻവറിനോട് തൃണമൂൽ നേതൃത്വം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. കേരളത്തിലെ തൃണമൂലിന്റെ നീക്കങ്ങൾ ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിനെ വെല്ലുവിളിച്ച് പാർട്ടിയുണ്ടാക്കി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മമതാ ബാനർജി. അത്തരത്തിലൊരു നേതാവിന്റെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രവർത്തികൾ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന നിലപാടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിനുള്ളത്. PV അൻവറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുന്നതാണ് തൃണമൂലിന്റെ നിലപാട്. UDF തീരുമാനത്തിനായി കാക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ സമീപനത്തോട് തൃണമൂൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. സ്വന്തം നിലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാലിനെ കണ്ട ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂവെന്നാണ് PV അൻവറിന്റെ പുതിയ പ്രഖ്യാപനം. തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു. ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗിയാകുന്നത്. UDFൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ച് മത്സരിക്കുമെന്നും പ്രചാരണത്തിനായി മമതാ ബാനർജിയെ എത്തിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. ഇത്തരം പ്രസ്താവനകളെല്ലാം തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂരിൽ PV അൻവർ മത്സരിച്ചാൽ പോലും പ്രചരണത്തിന് മമത വരില്ല. തീർത്തും പ്രാദേശികമായ തിരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾ മമത നടത്താറില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. PV അൻവർ മത്സരിക്കണമെന്നതാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം. ഇതിന് അൻവർ വഴങ്ങുമോ എന്നതാണ് നിർണായകം. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം മമതയെ നിരീക്ഷിക്കുന്നുണ്ട്. അൻവർ തന്നെയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിയിച്ചത്. ഒരു പകൽ കൂടി കാത്തിരിക്കാൻ UDF നേതാക്കൾ അറിയിച്ചതായി മാന്യമായ പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് വിഷയത്തിൽ രമ്യതയ്ക്ക് ശ്രമിക്കുന്നതായിട്ടാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തുന്നില്ലെന്നതാണ് ലീഗ് നൽകുന്ന സൂചന. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് UDF മുന്നണിയിൽ സഖ്യ പാർട്ടിയായി പ്രവേശനം വേണമെന്നതാണ് ആവശ്യം. എന്നാൽ പ്രവേശനം സാധ്യമല്ലെന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് അൻവറിനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശിനെതിരെ പിന്നാലെ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡും അൻവറിനെതിരായി. അൻവറിനെ കൂടെ കൂട്ടുന്നതിലെ പ്രതിസന്ധി UDF തിരിച്ചറിഞ്ഞു. എപ്പോഴും എങ്ങനെയും UDFൽ കയറിക്കൂടാനായി അൻവറിന്റെ ശ്രമം. ഇതാണ് മമതാ ബാനർജി അടക്കമുള്ള ദേശീയ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. അൻവർ പരസ്യ വിമർശനം തുടരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിടുന്നത് അൻവറിന്റെ തന്ത്രമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. സഹകരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അൻവർ നിരന്തരം ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് UDF. കോൺഗ്രസ് കീഴടങ്ങിയെന്ന് വരുത്തുന്ന ഒരു ഒത്തുതീർപ്പും വേണ്ടെന്ന തീരുമാനത്തിലാണ് നേതാക്കൾ. അൻവർ UDFുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അസോസിയേറ്റ് അംഗമാക്കുന്നതിൽ കൂട്ടായ ചർച്ച നടത്തണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അൻവർ മത്സരിക്കുമെന്നതിൽ പേടിയില്ല. അവസാന നിമിഷവും മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി UDFലെത്താൻ പരിശ്രമിക്കുകയാണ് അൻവർ. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സതീശിനെ കൂടി ഉന്നമിട്ടാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. ഇന്ന് UDF യോഗം ചേരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അൻവർ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചത്. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം വൈകിട്ട് അൻവർ നടത്തുകയും ചെയ്തു.